SSLC Max revision question ആണ്. In an arithmetic sequence, 7th term is 34 and 15th term is 66. Find the common difference. Find the 20th term. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? 7th term is 34. 7th term എന്ന് പറയുമ്പോൾ x7 equals 34. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? 15th term x15 equals 66. ഇത് രണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കിക്കേ, x7 കൂടെ 8 7 15 8 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 15th ടേം കിട്ടും. അതായത് x15 എങ്ങനെ കിട്ടും? x15 ഈക്വൽസ് 7th ടേം പ്ലസ് 8 times common difference. 7th term plus 8 times common difference. അതായത് 8 7 15. x15 equals 66 equals 7th term is 34 plus 8d. മനസ്സിലായല്ലോ? ഇനി 8d equals 66 minus 34. എത്ര കിട്ടും? 6 minus 4 is 2, 6 minus 3 is 3. 8d equals 32. Therefore, d equals 32 divided by 8 equals 4. ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറായി. ഇത് ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറാണ്. കോമൺ ഡിഫറൻസ് ഈക്വൽസ് 4. ഇനി ഫൈൻഡ് ദ 20th ടേം. ഫൈൻഡ് ദ 20th ടേം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം x20 എന്ന് പറയുന്നത് 15 5 20. അതായത് 15th ടേമിൻ്റെ കൂടെ 5 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതിയാവും. 15th ടേം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 66 പ്ലസ് 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈസ് 4 ഈക്വൽസ് 66 പ്ലസ് 20 ഈക്വൽസ് 86. അപ്പം രണ്ട് പാർട്ടിൻ്റെ ആൻസറായി. ഒന്നാമത്തെ പാർട്ടിൻ്റെ ആൻസർ കോമൺ ഡിഫറൻസ് 4 എന്നും, രണ്ടാമത്തേൻ്റെ നമുക്ക് എന്ത് കിട്ടും? 86 എന്നും കിട്ടും. ഓക്കെ.